Hi dear friends, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ CET 401 ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിലെ 5th മൊഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 5th മൊഡ്യൂളിലെ ഫസ്റ്റ് ലെക്ചറാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ട്രസ്സിൽ ആക്ട് ചെയ്യുന്ന ഡിസൈൻ ലോഡ്സ്, അതിൻ്റെ IS കോഡ് പ്രൊവിഷൻസ്, അങ്ങനെ കുറച്ച് ബേസിക് ഐഡിയാസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മൊഡ്യൂൾ 5 ടോപ്പിക്സ് ഒന്ന് ഓവറോൾ നോക്കാം. ടൈപ്സ് ഓഫ് റൂഫ് ട്രസ്, ഡിസൈൻ ലോഡ് കോമ്പിനേഷൻ, കാൽക്കുലേഷൻ ഓഫ് വിൻഡ് ലോഡ്സ്, ഡിസൈൻ ഓഫ് പർലിൻ. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് വിൻഡ് ലോഡ്സും ഡിസൈൻ ഓഫ് പർലിനുമാണ് ഈ മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. അതിനുശേഷം മൊമെൻറ്റ് റെസിസ്റ്റൻറ്റ് ആൻഡ് എസെൻട്രിക് കണക്ഷൻ ഇൻ പ്ലെയിൻ ആൻഡ് ഔട്ട് ഓഫ് പ്ലെയിൻ. ഇതിനകത്ത് കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ, ഡിസൈൻ നമുക്ക് റിക്വയർഡ് അല്ല. ഇൻട്രൊഡക്ഷൻ ടു ഫയർ റെസിസ്റ്റൻസ് ക്രൈറ്റീരിയ, fire resistant assessment of steel structures, material property at elevated temperature, design approaches and tools, different models, methods, procedures, etc. പാസീവ് പ്രൊട്ടക്ഷൻ, ഫയർ റെസിസ്റ്റൻറ്റ് അസസ്മെൻറ്റ്. അപ്പോൾ ബേസിക്കലി നമുക്ക് വരുന്നത് റൂഫ് ട്രസ്, അതിൻ്റെ വിൻഡ് കാൽക്കുലേഷൻ, ഡിസൈൻ ഓഫ് പെർലിൻ, പിന്നെ ഫയർ റെസിസ്റ്റൻറ്റ് ക്രൈറ്റീരിയ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറിയാണ് വരുന്നത്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഈ മൊഡ്യൂളിൽ നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രസ് എന്താണ് എന്നുള്ളത് ആദ്യം നോക്കാം. A roof truss is basically a frame structure formed by connecting various members at their ends to form a system of triangles arranged in pre-designed pattern depending upon the type of loading and functional requirement. അപ്പോൾ ട്രസ് ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിംഡ് സ്ട്രക്ചറാണ്. പല മെമ്പേഴ്സിനെ കണക്ട് ചെയ്ത് എൻഡ് ടു എൻഡ് ആയിട്ട് കണക്ട് ചെയ്ത് കൂടുതലും ട്രയാങ്കുലർ ഷേപ്പിൽ നമ്മളതിനെ പ്രീ ഡിസൈൻഡ് പാറ്റേണിൽ അറേഞ്ച് ചെയ്തിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ റൂഫ് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് ഓഫ് റൂഫ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ദ ലോഡിങ്ങും അതേത് ടൈപ്പ് ഓഫ് റിക്വയർമെൻറ്റ്സ് ആണോ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് റൂഫ് ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു റൂഫ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡയമെൻഷനെയാണ് റൂഫിൻ്റെ സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, റൂഫിൻ്റെ ഈ കാണുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു ഡയമെൻഷനാണ് സ്പാൻ L എന്ന് പറയുന്നത്. ഇനി റൂഫിൻ്റെ ഈ ഒരു വെർട്ടിക്കൽ ഹൈറ്റ്, അതിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. സ്മോൾ h വെച്ച് നൊട്ടേറ്റ് ചെയ്യാം. ഇനി ട്രസ്സിൻ്റെ ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നത്. ട്രസ് ആംഗിൾ എന്ന് പറയും. ഈ ഒരു മെമ്പർ, ഇതിനെ നമ്മൾ ലോവർ കോഡ് മെമ്പർ എന്ന് പറയും. ഈ ഒരു മെമ്പറിനെ നമ്മൾ ടൈ എന്ന് പറയും. ഈ ഒരു മെമ്പറിനെ നമ്മൾ സ്ട്രട്ട് എന്ന് പറയും. ഓക്കെ, ഓൾ ജോയിൻറ്റ്സ് മസ്റ്റ് ഹാവ് പിൻഡ് കണക്ഷൻ. ഇപ്പോൾ ഒരു ട്രസ്സിൽ എല്ലാ മെമ്പറുകളും പിൻഡായിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ഓൾ ലോഡ്സ് ആക്ട് ഇൻ നോഡ്സ്, ഓൺലി ആക്സിയൽ ഫോഴ്സ് ആക്ട് ഓൺ ഈച്ച് മെമ്പർ. അപ്പോൾ എല്ലാ ലോഡുകളും ഓരോ നോഡ്സിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതേപോലെ ആക്സിയൽ ഫോഴ്സ് മാത്രമായിരിക്കും ഓരോ മെമ്പറിലേക്ക് ആക്ട് ചെയ്യുകയും ചെയ്യുന്നത്. നോ ബെൻഡിങ് മൊമെൻറ്റ് അൺലൈക്ക് ബീം മെമ്പറിനെ പോലെ ബെൻഡിങ് മൊമെൻറ്റ് ട്രസ്സിൽ ഉണ്ടാവില്ല. ഓൾ മെമ്പേഴ്സ് ഐദർ ക്യാരി ടെൻഷൻ ഓർ കംപ്രഷൻ. അപ്പോൾ ട്രസ് എന്താണെന്നും ട്രസ്സിൻ്റെ പെക്യുലാരിറ്റീസ് എന്തെന്നാണ് പറയുന്നത്. ട്രസ്സിൻ്റെ അകത്ത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ട്രസ്സിലെ ഓരോ ജോയിൻറ്റും പിൻഡായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. എല്ലാ ലോഡുകളും നോഡിലാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ആക്സിയൽ ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാവില്ല. എല്ലാ മെമ്പറും ഒന്നെങ്കിൽ ഐദർ ടെൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ ക്യാരിയിങ് മെമ്പേഴ്സ് ആയിരിക്കും. നമ്മൾ ഈ റൂഫിൻ്റെ ഈ ഒരു പോർഷനെ കൺസിഡർ ചെയ്ത് വരയ്ക്കുന്നൊരു ഫിഗറാണിത്. അപ്പോൾ പോർഷനിൽ അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ എന്ന് പറയും. ഓവറോൾ സ്പാനിൻ്റെ പകുതി, സ്പാൻ ബൈ 2, ഇതാണ് അതിൻ്റെ റൈസ്, ഇതാണ് അതിൻ്റെ ലെങ്ത്ത് R. ഇനി നമുക്കൊരു ട്രസ്സിൻ്റെ ഒരു ഓവറോൾ വ്യൂ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇത് നമുക്ക് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ റൂഫ് എടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ റൂഫിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ലെങ്ത് വൈസ് അതിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് റൂഫിൻ്റെ ഏറ്റവും മുകളിലത്തെ മെയിൻ മെമ്പറിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ റാഫ്റ്റർ. അപ്പോൾ ഈ കാണുന്നത് ഒരു പ്രിൻസിപ്പൽ റാഫ്റ്ററാണ്, ഇതൊരു പ്രിൻസിപ്പൽ റാഫ്റ്ററാണ്. ഈ പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ തൊട്ട് മുകളിൽ വെച്ചേക്കുന്ന മെമ്പറാണ് പർലിൻസ് എന്ന് പറയുന്നത്. ഈ പർലിൻ്റെ മുകളിലായിരിക്കും നമ്മൾ റൂഫ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ റൂഫിംഗ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ അതിൻ്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന മെമ്പർ, അതിനെയാണ് പർലിൻ എന്ന് പറയുന്നത്. അതായത് ഈ കാണുന്നതൊക്കെ പർലിനാണ്. ഒരു 2 പർലിൻ തമ്മിലുള്ള സ്പേസിംഗ് ആണിത്, സ്പേസിംഗ് ഓഫ് പർലിൻസ്. ഈ പർലിൻ്റെ മുകളിലായിരിക്കും നമ്മൾ റൂഫിംഗ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നത്, ടൈലോ ഷീറ്റോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അതേപോലെ റൂഫിൻ്റെ താഴെ സപ്പോർട്ടിന് വേണ്ടി കൊടുത്തേക്കുന്നത് ഇതിനെയാണ് നമ്മൾ നീ ബ്രേസിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സ്ട്രാ ബ്രേസിങ്ങിന് വേണ്ടി 2 സൈഡിലും കൊടുത്തേക്കുന്നതാണ് നീ ബ്രേസിംഗ്. അതായത് ഈ ഒരു കോളം മെമ്പറും ഈ റൂഫിൻ്റെ ലോവർ കോഡും
തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇൻക്ലൈൻഡ് മെമ്പറിനെ നമ്മൾ നീ ബ്രേസിംഗ് എന്ന് പറയും. ഓക്കെ, ഇനി ഈ റൂഫിംഗ് ഷീറ്റ് ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് അല്ലേ, റൂഫിംഗ് ഷീറ്റ് ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. ഈ റൂഫിംഗ് ഷീറ്റിൻ്റെ ബോട്ടം മുതൽ ഗ്രൗണ്ട് വരെയുള്ള ഹൈറ്റിനെയാണ് ഈവ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈവ് ഹൈറ്റ് എന്ന് പറയും. ഈ റൂഫിംഗ് ഷീറ്റിൻ്റെ ഈ ബോർഡിന് നമ്മൾ ഈവ് ബോർഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സെക്ഷണൽ വ്യൂവിൽ ഈ രണ്ട് കോളംസും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പാൻ ഓഫ് ട്രസ് എന്ന് പറയുന്നത്, ട്രസ്സിൻ്റെ സ്പാൻ എന്ന് പറയുന്നത്. ഇനി ഇതാണ് മെയിൻ ടൈ. ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു മെമ്പറിനാണ് മെയിൻ ടൈ എന്ന് പറയുന്നത്. ഈ കാണുന്ന മെമ്പറാണ് സാധാരണ ടൈ അല്ലെങ്കിൽ ടെൻഷൻ മെമ്പർ. ഈ കാണുന്നത് സ്ട്രട്ടാണ്. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സൈഡിൽ രണ്ട് സപ്പോർട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പേസിംഗ് ഓഫ് ട്രസ് എസ് എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷണൽ വൈസ് രണ്ട് സപ്പോർട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ സ്പാൻ എന്ന് പറയും. ലെങ്ത് വൈസ് ഡയറക്ഷനിൽ രണ്ട് പില്ലേഴ്സ് സപ്പോർട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ സ്പേസിംഗ് ഓഫ് ട്രസ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത ടൈപ്സ് ഓഫ് റൂഫാണ്. ഇതാ നമുക്കിവിടെ കാണാം ടൈപ്സ് ഓഫ് റൂഫിൻ്റെ അകത്ത് വാരൻ ട്രസ്, കിങ് പോസ്റ്റ് ട്രസ്, ഡബിൾ ഹൗ ട്രസ്, ഫിംഗ് ട്രസ്, ഹ്യൂൻ പോസ്റ്റ് ട്രസ്, ഡബിൾ ഫിംഗ് ട്രസ്, ഹൗ ട്രസ്, ഫാൻ ട്രസ്, ഫ്ലാറ്റ് ട്രസ്, റാറ്റ് ട്രസ്, സിസേഴ്സ് ട്രസ്. ഇപ്പോൾ ഇതൊരു ബേസിക് ഒരു 3 മാർക്കിനൊക്കെ തിയറി ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് പറയുമ്പോൾ ടൈപ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷേപ്പ് കറക്റ്റായിട്ട് എഴുതാൻ വേണം. അതായത് 60 ഡിഗ്രി ഇൻക്ലിനേഷൻസിലാണ് നമ്മൾ മെമ്പേഴ്സ് കണക്ട് ചെയ്യുന്നതെങ്കിൽ വാരൻ ട്രസ് വരും. കിങ് പോസ്റ്റ് ട്രസ് എന്ന് പറയുമ്പോൾ അതാ ഒരു മെയിൻ ട്രയാങ്കിൾ ഷേപ്പ് മെമ്പേഴ്സ് വരും, മിഡിലൊരു സപ്പോർട്ട്, രണ്ട് ഇൻക്ലൈൻഡ് മെമ്പേഴ്സ്. ക്യൂൻ പോസ്റ്റ് ട്രസ് എന്ന് പറയുമ്പോൾ ഔട്ടർ ഷേപ്പ് സെയിം തന്നെ ആയിരിക്കും, സപ്പോർട്ട്സ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഒരു ഹൊറിസോണ്ടൽ സപ്പോർട്ടും രണ്ട് വെർട്ടിക്കൽ സപ്പോർട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ ഈ കാണുന്ന ഷേപ്പ് അനുസരിച്ചിട്ട് നമുക്ക് ട്രസ്സിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി അടുത്തത് 2-3 ചെറിയ ഡെഫിനേഷൻസ് ആണ്. നമ്മൾ പറഞ്ഞു പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്താണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് എ ടോപ്പ് കോഡ് മെമ്പർ ഓഫ് എ ട്രസ് സബ്ജക്റ്റ് ടു കംപ്രസീവ് ഫോഴ്സ് അലോങ് ഡ്യൂറിങ് ദ ഗ്രാവിറ്റി ലോഡ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രസ്സിലെ ഈ ഒരു മെമ്പറിനെയാണ്, പർലിൻ്റെ തൊട്ട് താഴെ കൊടുത്തേക്കുന്ന മെയിൻ മെമ്പറിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടോപ്പ് കോഡ് ഓഫ് എ ട്രസ് സബ്ജക്റ്റ് ടു കംപ്രസീവ് ഫോഴ്സ്. ഗ്രാവിറ്റി ലോഡ്സ് ഉണ്ടാകുന്ന കംപ്രസീവ് ഫോഴ്സാണ് പ്രിൻസിപ്പൽ റാഫ്റ്ററിൽ മെയിനായിട്ട് വരുന്നത്. അടുത്ത പ്രിൻസിപ്പൽ ടൈ അല്ലെങ്കിൽ ടെൻഷൻ മെമ്പർ, ലോവർ കോഡ് മെമ്പർ ഓഫ് ദ ട്രസ് വിച്ച് ക്യാരീസ് ഓൺലി ടെൻഷൻ. പ്രിൻസിപ്പൽ ടൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് പ്രിൻസിപ്പൽ ടൈ, മെയിൻ ടൈ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ടൈ. ടെൻഷൻ മെമ്പറാണ് ഒരു ട്രസ്സിലെ ഏറ്റവും താഴെയുള്ള ലോവർ കോഡ് മെമ്പറിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ടൈ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ടെൻഷൻ മാത്രമായിരിക്കും ആക്ട് ചെയ്യുന്നത്. അടുത്തത് സ്ട്രട്ടാണ്. ഇറ്റ് ഈസ് എ മെമ്പർ സബ്ജക്റ്റ് ടു കംപ്രസീവ് ഫോഴ്സ് ഇൻ എ ട്രസ് അപ്പാർട്ട് ഫ്രം പ്രിൻസിപ്പൽ റാഫ്റ്റർ. പ്രിൻസിപ്പൽ റാഫ്റ്ററിലല്ലാതെ കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന മെമ്പറിനെയാണ് സ്ട്രട്ട് എന്ന് പറയുന്നത്. അടുത്ത പർലിൻ. ദീസ് ആർ ദ ഫ്ലെക്സറൽ മെമ്പർ, അതായത് ബീം ക്യാരിയിങ് റൂഫ് കവറിങ് മെറ്റീരിയൽസ് വിച്ച് ഡിസ്ട്രിബ്യൂട്ട് ദ ലോഡ് വിത്തിൻ ദ ട്രസ്. അതായത് റൂഫ് കവറിങ് കൊടുക്കുന്നതിന്, അതായത് റൂഫിംഗ് ഷീറ്റൊക്കെ കൊടുക്കുന്നതിന് തൊട്ട് താഴെ കൊടുക്കുന്ന ഒരു ബീം മെമ്പർ, ഫ്ലെക്സറൽ മെമ്പറിനാണ് പർലിൻ എന്ന് പറയുന്നത്. ഈ പർലിനാണ് ലോഡ്സൊക്കെ ട്രസ്സിൻ്റെ അകത്തേക്ക് ഓരോ മെമ്പറിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത് ഡിസൈൻ ഓഫ് എ റൂഫ് ട്രസ്സിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്രൈറ്റീരിയസ് ആണ്. അതായത് ഒരു റൂഫ് ട്രസ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ പിച്ച് എത്രയായിരിക്കണം, പർലിൻ സ്പേസിങ് എത്രയായിരിക്കണം, അങ്ങനത്തെ ബേസിക് ഐഡിയാസ് ആണ്. ഫസ്റ്റ് വൺ പിച്ച്. ഡിസൈൻ ഓഫ് റൂഫിൽ ഫസ്റ്റ് വൺ പിച്ച്. അപ്പോൾ പിച്ച് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഫിഗറിൽ പറഞ്ഞായിരുന്നു. ഏതായിരുന്നു പിച്ച്? ഈ ട്രസ്സിൻ്റെ ഈ ഒരു വെർട്ടിക്കൽ ഹൈറ്റിനെയാണ് നമ്മൾ പിച്ച് സ്മോൾ ഹെച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിസൈൻ ഓഫ് ട്രസ്സിൽ പിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും GI ഷീറ്റ് യൂസ് ചെയ്ത് സ്നോ ലോഡ് കൺസിഡർ ചെയ്യാത്ത ട്രസ്സാണെങ്കിൽ പിച്ച് വിൽ ബി ഈക്വൽ ടു 1/6 ഓഫ് ദ സ്പാൻ. സ്പാൻ എന്തായിരുന്നു? ഈ കാണുന്നതാണ് സ്പാൻ. അതായത് അതിൻ്റെ ഒരു A ഷേപ്പ് ഓപ്പണിങ്ങിൽ വരുന്ന, ഇതാണ് A ഷേപ്പ് ഓപ്പണിങ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ പിച്ച് ഇസ് ഈക്വൽ ടു 1/6 ഓഫ് ദ സ്പാൻ ചെയ്താൽ കിട്ടും ഡിസൈൻ ഓഫ് ട്രസ്സിൽ. ഓക്കെ, ഇനി അടുത്തത് AC ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. വീണ്ടും സ്നോ ലോഡ് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ പിച്ച് ഇസ് ഈക്വൽ ടു 1/12 ഓഫ് ദ സ്പാൻ എടുക്കാം. ഇനി ഏത് ഷീറ്റാണ് വിത്ത് സ്നോ ലോഡ് കൺസിഡർ ചെയ്തിട്ടുള്ള കേസ് ആണെങ്കിൽ, സ്നോ ലോഡ് കൂടി കൺസിഡർ ചെയ്യേണ്ട കേസ് ആണെങ്കിൽ GI ഷീറ്റ് ആണെങ്കിലും AC ഷീറ്റ് ആണെങ്കിലും പിച്ച് വിൽ ബി ഈക്വൽ ടു 1/4 ഓഫ് ദ സ്പാൻ ആണ് എടുക്കുന്നത്. ഓക്കെ, അടുത്ത ക്രൈറ്റീരിയ പർലിൻ സ്പേസിങ്. പർലിൻ എന്താണെന്ന് പറഞ്ഞു. പർലിൻ സ്പേസിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിലാണ് അതിൻ്റെ വ്യൂ വരുന്നത്. ഇതാ നമ്മൾ ഈ പ്രിൻസിപ്പൽ റാഫ്റ്ററിനും റൂഫിംഗ് മെറ്റീരിയലിനും ഇടയിൽ കൊടുക്കുന്ന ഈ മെമ്പറിനെയാണ് പർലിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആക്ച്വലി ബീമാണ്. ഈ കാണുന്നതാണ് പർലിൻസ്. ഈ രണ്ട് പർലിൻസ് തമ്മിലുള്ള സ്പേസിങ് എത്ര ആയിരിക്കണം എന്നാണ് പറയുന്നത്.
ആസ് പെർ ഡിസൈൻ പർലിൻ സ്പേസിംഗ് ആംഗിൾ സെക്ഷനാണ് പർലിനായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ പർലിൻ സ്പേസിംഗ് 3 to 4 മീറ്ററിലായിരിക്കും വരുന്നത്. ചാനൽ സെക്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ ആംഗിൾ സെക്ഷൻ, ചാനൽ സെക്ഷൻ, ഐ സെക്ഷൻ ഇതൊക്കെയാണ് നമ്മൾ ബീമിന് യൂഷ്വലി കൊടുക്കുന്നത്. അപ്പോൾ പർലിനായിട്ട് നമ്മൾ ആംഗിൾ സെക്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ സ്പേസിംഗ് ഒരു 3 to 4 മീറ്റർ റേഞ്ചിൽ കൊടുക്കാം. ചാനൽ സെക്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ 4 to 5 മീറ്റർ റേഞ്ചിൽ കൊടുക്കാം. ഐ സെക്ഷനാണ് യൂസ് ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ 5 മീറ്റർ വരെയുള്ള പർലിൻ സ്പേസിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത ട്രസ്സിൻ്റെ സ്പേസിംഗ് നമ്മൾ ഓൾറെഡി ഫിഗറിൽ പറഞ്ഞായിരുന്നു. ഈ കാണുന്നത് ലെങ്ത് വൈസ് ഡയറക്ഷനിൽ 2 സപ്പോർട്ടുകൾ തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് സ്പേസിംഗ് ഓഫ് ട്രസ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏതൊക്കെ റേഞ്ചിൽ കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ട്രസ്സിൻ്റെ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ 15 മീറ്റർ സ്പാനുള്ള റൂഫാണെങ്കിൽ 15 മീറ്റർ സ്പാനുള്ള റൂഫ്, അപ്പോൾ ഒരു റൂഫിൻ്റെ സ്പാൻ ഈ കാണുന്ന സ്പാൻ 15 മീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് 2 വെർട്ടിക്കൽ മെമ്പർ തമ്മിൽ കൊടുക്കേണ്ട സ്പേസിംഗ്, ട്രസ്സിൻ്റെ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 3 to 4.5 മീറ്റർ വരെ കൊടുക്കാം. അടുത്തത് 16 to 30 മീറ്റർ സ്പാനുള്ള ഒരു റൂഫാണെങ്കിൽ ട്രസ് സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 4.5 to 6 മീറ്റർ റേഞ്ചിൽ കൊടുക്കാം. ഗ്രേറ്റർ ദാൻ 30 മീറ്റർ സ്പാൻ വരുന്ന ഒരു റൂഫാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ട്രസ് സ്പേസിംഗ് എന്നുള്ളത് 12 to 15 മീറ്റർ വരെ കൊടുക്കാം. ഓക്കെ, ഇത്രയൊക്കെയാണ് ഒരു ഡിസൈൻ ഓഫ് റൂഫിൽ നമുക്ക് മെയിനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പാരാമീറ്റേഴ്സ്. അടുത്ത ലോഡ് കാൽക്കുലേഷനാണ്. ഇപ്പോൾ ലോഡ് കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡെഡ് ലോഡാണ്. ഒരു ട്രസ് എടുത്താൽ ആദ്യം അതിൻ്റെ സെൽഫ് വെയിറ്റ് ആണ് വരുന്നത്, ഡെഡ് ലോഡ്. അപ്പോൾ അത് IS 875 Part 1, അതായത് ഈ ഒരു കോഡിലാണ് ഡെഡ് ലോഡിൻ്റെ ക്രൈറ്റീരിയാസ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. GI ഷീറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 100 to 150 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും ഡെഡ് ലോഡ് കൺസിഡർ ചെയ്യേണ്ടത്. AC ഷീറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 170 to 200 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും കൺസിഡർ ചെയ്യേണ്ടത്. പർലിൻ്റെ വെയിറ്റ് വന്നിട്ട് 100 to 120 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും വരുന്നത്. ഇതുകൂടാതെ സെൽഫ് വെയിറ്റ് ഓഫ് ട്രസ് കണ്ടുപിടിക്കാനായിട്ട് W കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/10 of L/3 + 5 × S/4. ഓക്കെ, ഇതിനകത്ത് S എന്ന് പറഞ്ഞാൽ സ്പേസിങ്ങും L എന്ന് വെച്ചാൽ സ്പാനുമാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് L. ഇനി അടുത്തത് S എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇതാണ് S. ഓക്കെ, അപ്പോൾ അങ്ങനെ സെൽഫ് വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ അതാണ്. ഇനി അടുത്ത കൺസിഡർ ചെയ്യാനുള്ള ലോഡ് ലൈവ് ലോഡാണ്. ലൈവ് ലോഡ് കൊടുത്തിരിക്കുന്നത് IS 875 Part 2 എന്ന് പറയുന്ന കോഡിലാണ് വരുന്നത്. ഓക്കെ, 10 ഡിഗ്രി കൂടുതലുള്ള സ്ലോപ്പുള്ള റൂഫാണെങ്കിൽ, ട്രസ് 10 ഡിഗ്രി കൂടുതൽ സ്ലോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ലൈവ് ലോഡ് കൺസിഡർ ചെയ്യുന്നത് 0.75 to 1.5 kN per meter square ആണ്. അപ്പോൾ സ്ലോപ്പ് ലെസ് ദാൻ 10 ഡിഗ്രി ആണെങ്കിൽ 0.75 to 1.5 kN per meter square ആണ്. ഗ്രേറ്റർ ദാൻ 10 ഡിഗ്രി ആംഗിളിലുള്ള സ്ലോപ്പ് ആണെങ്കിൽ 0.75 kN per meter square ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു റേഞ്ച് വരുന്നത്. അടുത്തത് കൺസിഡർ ചെയ്യാനുള്ള വിൻഡ് ലോഡാണ്. വിൻഡ് ലോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം ചെയ്യാനുള്ളത് വിൻഡ് ലോഡിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ വിൻഡ് ലോഡ് അതിൻ്റെ ക്രൈറ്റീരിയാസും കണ്ടീഷൻസൊക്കെ അടങ്ങിയിരിക്കുന്നത് IS 875 Part 3 ആണ്. 2015 എഡീഷൻ കോഡാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് വിൻഡ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: CPE - CPI × A × PZ. ഇതിനകത്ത് PZ കണ്ടുപിടിക്കാനായിട്ട്, PZ എന്ന് വെച്ചാൽ വിൻഡ് പ്രഷറാണ്. വിൻഡ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 0.6 VZ² ആണ്. ഇതിനകത്ത് VZ വിൻഡ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ VB × K1 × K2 × K3 × K4 ഇതാണ് വരുന്നത്. ഇതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അടുത്ത ലെക്ചറിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അടുത്ത 4ാമത് കൺസിഡർ ചെയ്യാനുള്ള സ്നോ ലോഡാണ്. സ്നോ ലോഡ് പറയുന്നത് IS 875 Part 4 സ്നോ ലോഡിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. ഫൈനൽ 5ാമത് കോമ്പിനേഷൻ കേസ്, അതായത് സ്പെഷ്യൽ കേസ് എന്ന് പറയും. അത് IS 875 Part 5 ഇതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ട്രസ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ കമ്പോണൻസ് പറഞ്ഞു, ട്രസ്സിൻ്റെ ടൈപ്സ് പറഞ്ഞു, ഡിസൈൻ ലോഡ്സും ക്രൈറ്റീരിയാസും ആണ് പറഞ്ഞു. ഓക്കെ, ഇതൊരു ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. മേ ബി ഒരു 2-3 അല്ലെങ്കിൽ ഒരു 4-5 മാർക്സിന് ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചാലായി.